Artless Media പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവഗ്ന. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ആര് ചാലഞ്ച് ചെയ്തു എന്നല്ലേ? യൂട്യൂബർ, അതായത് നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ ചാലഞ്ച് ചെയ്തത്. അപ്പോൾ എന്താണ് ചാലഞ്ച് എന്നല്ലേ? ഓക്കെ, ചാലഞ്ച് എന്ന് പറയുന്നത് സിംഗിൾ ബ്രഷ് ചാലഞ്ച് ആണ്. അപ്പോൾ എന്താണ് സിംഗിൾ ബ്രഷ് ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പം ഒരൊറ്റ ബ്രഷ് കൊണ്ട് ആ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചാലഞ്ചിൻ്റെ സൈഡ് അവിടെ നിൽക്കട്ടെ, അതൊരു ഹരമായിട്ടും സ്പിരിറ്റായിട്ടും എടുത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് ഞാൻ സിംഗിൾ ബ്രഷ് ചാലഞ്ച് അല്ലെങ്കിൽ സിംഗിൾ ബ്രഷ് കൊണ്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രഷൊക്കെ വാങ്ങി വെച്ചിട്ട്, എക്സ്പെഷ്യലി നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഒരു 10-15 ബ്രഷൊക്കെ വാങ്ങി വെച്ചിട്ട് അയ്യോ ഇനി ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യുക എന്ന് വണ്ടടിച്ച് നിൽക്കുന്നതിലും ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ബ്രഷുകൾ വാങ്ങാം. ഞാൻ എൻ്റെ ടൈപ്സ് ഓഫ് ബ്രഷ് എന്ന വീഡിയോയിൽ ഞാൻ മേജറായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷുകൾ, അതായത് ഇത് 4 ബ്രഷുകളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഈ 4 ബ്രഷിനെ കൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിലും അല്ലെങ്കിൽ എല്ലാ പാറ്റേണും ഒരൊറ്റ ബ്രഷ് അല്ലെങ്കിൽ 4 ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യാം. 4 ബ്രഷ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടാനും വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ബ്രഷ് എന്ന് പറഞ്ഞത്. ആ സ്ഥലത്ത് നമുക്ക് ഒരു ബ്രഷ് കൊണ്ടും ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഫ്ലാറ്റ് ബ്രഷ് ആണെന്ന് വിചാരിക്കുക, ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം, അതേപോലെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം, പാറ്റേൺസ് ചെയ്യണമെങ്കിൽ പാറ്റേൺസ് ചെയ്യാം, ഡാബ് ചെയ്യണമെങ്കിൽ ഡാബ് ചെയ്യാം, അതേപോലെ ലൈൻസ് വരയ്ക്കണമെങ്കിൽ ലൈൻസ് വരയ്ക്കാം. അങ്ങനെ നമുക്ക് പല പാറ്റേൺസ് ഒരേ ബ്രഷ് കൊണ്ട് പറ്റും. ഓക്കെ, അപ്പം അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി സിംഗിൾ ബ്രഷിൽ കൂടും. നമ്മൾ ഇതന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രഷിനെ കൊണ്ട് മാക്സിമം ഇതാക്കുക എന്നുള്ളതാണ്. ആ ബ്രഷ് മാത്രം യൂസ് ചെയ്ത് നമുക്കതിനെ നമ്മൾ മാക്സിമം പിഴിഞ്ഞെടുക്കുക എന്നറിയില്ല, അതേപോലെ ഒരൊറ്റ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പെയിൻറ്റിങ്ങിന് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, ഒരൊറ്റ ബ്രഷ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, ഭയങ്കര എഫക്റ്റീവാണ്. ആ ഒരു ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ബ്രഷ് വെച്ചിട്ട് പല പാറ്റേൺസ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രഷുകൾ ചേഞ്ച് ചെയ്യേണ്ട ഒന്നും വേണം, നമുക്ക് ഒരു ബ്രഷ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, വേറെ ബ്രഷുകൾ ആവശ്യമില്ല. അങ്ങനെ കുറേ ഒരു ബോണസ് പോയിന്റ് ഉണ്ട് നമ്മൾ ഒരൊറ്റ ബ്രഷ് വെച്ച് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ചാലഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാലഞ്ച് ഒരു ചെയിൻ പോലെ പോകണം, അതായത് പാസ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് പാസ് ഓൺ ആവണം. അപ്പോൾ അങ്ങനെ പാസ് ഓൺ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന പോലെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഫാമിലിയിലെ കുറേ അധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സിനൊക്കെ ഞാൻ ഈ ചാലഞ്ച് ഫോർവേഡ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചെയ്തിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുക, അപ്പം ഞങ്ങളെ ടാഗ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണെന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അപ്പോഴും ഒന്ന് ജസ്റ്റ് ടാഗ് ചെയ്യുക, കാണാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഫാമിലിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. രജി രാമൻ ആർട്സ്, ഷെറിൻസ് വേൾഡ്, പിന്നെ ടച്ച് ഓഫ് ക്രിയേഷൻസ്, ക്യാൻവാസ് ക്രിയേഷൻസ്, ഗ്രഫൈറ്റ് ആർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഒരു ചാലഞ്ചൊക്കെ എടുത്തിട്ട് തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് നല്ല സ്പിരിറ്റോടെ നിങ്ങളത് ചെയ്തിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ടാഗ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിന് പുറമെ വേറെ അധികം കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ആർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ അടിപൊളിയായി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അനീഷ്, ദീപക്, സൂരജ്, പിന്നെ വിപിൻ, അബി, ചിന്നു, നന്ദു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരുടെ പേരും കൂടി എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് ഇൻസ്റ്റയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പം ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ, അതായത് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അതായത് അതിന് ബേസ് ചെയ്തിട്ട് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു ബ്രഷും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്ലാറ്റ് ബ്രഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര എളുപ്പമായിട്ടോ ചെയ്യാൻ. നമ്മളത് കാണുമ്പോൾ എന്തൊരു ടാസ്ക്കാണെന്ന് വിചാരിക്കുന്നെങ്കിൽ കൂടിയും പക്ഷെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ ആകെ ഒറ്റ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഫ്ലാറ്റ് ബ്രഷ്. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത്രയധികം ഫ്ലവേഴ്സും ലീവ്സും എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ കാണാം.
അപ്പം വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആക്ച്വലി പെയിൻറ്റ് ലോഡ് ചെയ്യുക, ക്ലോസ് വ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോയി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ നമ്മുടെ പെയിൻറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ലീവ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റും സാപ്പ് ഗ്രീനുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റ് എടുക്കുമ്പോൾ 2 സൈഡിലാക്കിയിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പെയിൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകരുത്. പിന്നെ അതേപോലെ നമ്മൾ സൈഡുകൾ മാറ്റിയും പെയിൻറ്റ് ലോഡ് ചെയ്യരുത്. എപ്പോഴും ഒരേ സൈഡിലേക്കായിട്ട് തന്നെ ലോഡ് ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ലീഫ് വരയ്ക്കുമ്പം ഇപ്പം സപ്പോസ് ഗ്രീനാണ് പുറത്ത് ലെഫ്റ്റ് സൈഡിൽ, വൈറ്റ് ആണ് റൈറ്റ് സൈഡിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതായത് ഡാർക്ക് ബോർഡർ, ലീഫിൻ്റെ ബോർഡർ ഡാർക്ക് ഗ്രീനിലും ഉള്ളിൽ ലൈറ്റ് വൈറ്റ് ആയിട്ട്. ഇനി നമുക്ക് ആക്ച്വലി ലീഫിന് കുറച്ചും കൂടി എടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. വൈറ്റ് പുറത്തും ഗ്രീൻ അകത്തുമാണ് വേണ്ടത്. അപ്പം നമ്മൾ തിരിച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലീഫിനെ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലീഫിനെ നടുവ് കൂടെ മുറിച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ബ്രഷ് പിടിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ അക്കോർഡിംഗ്ലി ബ്രഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് പെയിൻറ്റും റൈറ്റ് സൈഡിൽ ഗ്രീൻ പെയിൻറ്റും ആണുള്ളത്. അപ്പം നമ്മളത് അങ്ങനെ ആ ഒരു വേവ് എഫക്റ്റ് കൊടുത്തപ്പോൾ ഉണ്ടോ ലീഫിൻ്റെ ബോർഡർ വൈറ്റും അകത്ത് ഡാർക്ക് ഗ്രീൻ സാപ്പ് ഗ്രീനും എന്നുള്ള രീതിക്കാണ് വന്നത്. ഇനി നമ്മൾ ലീഫിൻ്റെ റൈറ്റ് ഹാഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഷിനെ നേരെ തിരിച്ചുള്ള രീതിക്കാവും. അതായത് അകത്ത് ഗ്രീനും പുറത്ത് വൈറ്റ് എന്നുള്ള രീതിക്കാണ് വരേണ്ടത്. അപ്പം ബ്രഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്രീനും റൈറ്റ് സൈഡിൽ വൈറ്റും എന്നുള്ള രീതിക്ക് വേണം നമ്മൾ പിടിക്കാൻ. നമ്മൾ പിടിക്കുന്നതിനുള്ള ചേഞ്ചസ് ആണ്, അല്ലാണ്ട് പെയിൻറ്റ് ലോഡ് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ എത്ര വേവ്, ആ വേവ് ചെറുതാണോ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് വരും. നമ്മൾ വലുതാക്കിയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതായിട്ട് വരും. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ബ്രഷിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പാറ്റേൺ കിട്ടുക. അതേപോലെ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വേവ് പോലെ ആക്കിയിട്ട് ടിപ്പിലേക്ക് വന്നിട്ട് ജസ്റ്റ് പ്രഷർ കുറച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള മറ്റ് ഇതേ പാറ്റേണിലുള്ള ലീവ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ലീവ്സ്, ഇങ്ങനത്തെ വേവ്സ് ഒന്നും ഇല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കൊരു ലീഫ് വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി മറ്റേ ബേസിക് വീഡിയോയിൽ ക്ലോസ് ആയിട്ടുള്ള ഷോർട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനകത്ത് മനസ്സിലായാലും കുറച്ച് സ്പീഡാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാം. അതാകുമ്പോൾ നല്ല സ്ലോ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ്, ബ്രഷിനകത്ത് വൈറ്റ് ഉള്ളതാണ് പേപ്പറിന് ഫേസ് ചെയ്യുന്നത്. അപ്പം അതിനെ ജസ്റ്റ് പേപ്പറിലേക്ക് കുത്തിയിട്ട് നമ്മൾ വലിച്ചു വിടുകയാണ്. അപ്പോൾ വലിച്ചു വിടുമ്പോൾ നമ്മൾ പ്രഷർ നന്നായിട്ട് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ സാപ്പ് ഗ്രീൻ ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ വലിച്ചു വിടുമ്പോൾ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട് സാപ്പ് ഗ്രീനിലേക്കാവും. അപ്പം അങ്ങനെയാണ് ആ ഒരു വെള്ള ലീഫിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഗ്രീൻ ലീഫിൻ്റെ നടുവിൽ കൂടെ ഒരു വൈറ്റ് ലൈൻ, ഗ്രീൻ ലൈൻ വന്ന പോലെ. വ്യത്യാസവും വരുന്നില്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷിനകത്ത് ലെഫ്റ്റ് സൈഡിൽ
ബ്രഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് പെയിൻറ്റും റൈറ്റ് സൈഡിൽ മെജന്ത കളറും. നമ്മൾ അതേപോലെ ഫ്ലവറിൻ്റെ റൈറ്റ് സൈഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രഷിൻ്റെ റൈറ്റ് സൈഡിൽ വൈറ്റും ലെഫ്റ്റ് സൈഡിൽ മെജന്തയാണ് വരേണ്ടത്. കാരണം നമുക്ക് ഉള്ളിലേക്കാണ് ഡാർക്ക് കളർ വരേണ്ടത്. ആൻഡ് വൈറ്റാണ് ബോർഡറായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം വൈറ്റ് ബോർഡറായി വരുന്ന രീതിക്ക് വേണം ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാണ്. പൊസിഷൻസ് മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കളറിൻ്റെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതോ ഇങ്ങനത്തെ ഇല്ലാതെയും ചെയ്യാം. രണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ചെയ്യുമ്പം കുറച്ചൊരു നമ്മൾ മജന്തൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കൂടിയ ഒരു കളറാണ് ഞാൻ അവസാനത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഷർ നന്നായി കുറയും.
ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു സപ്പോർട്ട് ആവട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.